വെൽക്കം ടു സിഗ്നേച്ചർ ക്ലാസ് റൂം. ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ലീഗൽ പ്രൊവിഷൻസ് ആണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 അതിലെ സെക്ഷൻ 64 പ്രകാരമാണ് കൗണ്ടിങ് ഓഫ് വോട്ട്സ് നടക്കുന്നത്. വോട്ടെണ്ണൽ നടത്തേണ്ടത് ROന്റെ സൂപ്പർവിഷനിലും ഡയറക്ഷനിലുമായിരിക്കണം. കൂടാതെ വോട്ടെണ്ണുന്ന സമയത്ത് സ്ഥാനാർത്ഥിയോ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഏജൻറ്റോ കൗണ്ടിങ് ഏജൻസോ അതിൽ പങ്കെടുക്കുവാൻ അവർക്ക് അവകാശമുള്ളതാണ്. സെക്ഷൻ 64A സൂചിപ്പിക്കുന്നത് വോട്ട് എണ്ണുന്ന സമയത്ത് ബാലറ്റ് പേപ്പറുകൾ നഷ്ടപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്. റിട്ടേണിംഗ് ഓഫീസർ ഉടൻ തന്നെ വോട്ടെണ്ണൽ നിർത്തിവെക്കേണ്ടതും ആ വിവരം ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടതുമാണ്. ഇലക്ഷൻ കമ്മീഷന് വേണമെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കാവുന്നതാണ്. അല്ലായെങ്കിൽ റീപോൾ ആവശ്യപ്പെടാവുന്നതാണ്. അല്ലായെങ്കിൽ നശിപ്പിക്കപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആയ ബാലറ്റുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സാരമായി ബാധിക്കില്ല എന്ന് ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ വോട്ടെണ്ണലുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടാവുന്നതുമാണ്. സെക്ഷൻ 65 ഇക്വാലിറ്റി ഓഫ് വോട്ട്സ് എന്നതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. ഒന്നിൽ കൂടുതൽ വ്യക്തികൾക്ക് തുല്യ വോട്ട് ലഭിക്കുകയും ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വോട്ട് അധികം ലഭിക്കുകയാണെങ്കിൽ വിജയിയായി പ്രഖ്യാപിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് എങ്കിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് തുല്യ വോട്ട് ലഭിച്ചവർക്കിടയിൽ നറുക്കെടുപ്പ് നടത്തുകയും നറുക്ക് ലഭിക്കുന്ന ആൾക്ക് ഒരു വോട്ട് അധികം ലഭിച്ചതായി കണക്കാക്കി അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിക്കാവുന്നതുമാണ്. സെക്ഷൻ 66 ഡിക്ലറേഷൻ ഓഫ് റിസൾട്ടിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. വേറെ പ്രത്യേക സാഹചര്യങ്ങൾ ഒന്നുമില്ല എങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ വോട്ടെണ്ണൽ പൂർത്തീകരിച്ചാൽ ഫലം പ്രഖ്യാപിക്കേണ്ടതാണ്. സെക്ഷൻ 67 റിപ്പോർട്ട് ഓഫ് റിസൾട്ടാണ്. ആർക്കെല്ലാമാണ് ഇലക്ഷൻ റിസൾട്ട് അയക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. ഇനി 1961 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് പ്രകാരം ഏതെല്ലാം ചട്ടങ്ങളാണ് ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടത് എന്ന് പരിശോധിക്കാം. റൂൾ 66A പ്രകാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യത്തിൽ റൂൾ 50 മുതൽ 54 വരെയും അതുപോലെ 55C, 56C, 56D, 57C ആണ് വോട്ടെണ്ണലുമായി ബന്ധപ്പെടുന്ന റൂളുകൾ. റൂൾ 51 റിട്ടേണിംഗ് ഓഫീസർ വോട്ടെണ്ണൽ കേന്ദ്രം ഏതാണെന്ന് തിരഞ്ഞെടുക്കുകയും ആ വിവരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അറിയിക്കേണ്ടതുമാണ്. റൂൾ 52 പ്രകാരം കൗണ്ടിംഗ് ഏജൻസിനെ നിയമിക്കാനുള്ള അവകാശമാണ് സ്ഥാനാർത്ഥിക്ക് ഉള്ളത്. റൂൾ 53 പ്രകാരം ആരെല്ലാമാണ് കൗണ്ടിംഗ് ഹാളിലേക്ക് പ്രവേശിക്കപ്പെടാം എന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. റൂൾ 54 വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് സെക്ഷൻ 128 ഉറക്കെ വായിക്കുവാൻ ആവശ്യപ്പെടുന്നു. സീക്രസി ഓഫ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ഉള്ള ആ വിഷയമാണ്. റൂൾ 55C പ്രകാരം കൗണ്ടിംഗ് സ്റ്റാഫും കൗണ്ടിംഗ് ഏജൻസും കൺട്രോൾ യൂണിറ്റിലെ വോട്ട് എണ്ണുന്നതിന് മുമ്പ് അതിലെ പതിച്ചിട്ടുള്ള സീലുകൾ പരിശോധിക്കേണ്ടതും അവ ടാമ്പർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. റൂൾ 56C പ്രകാരം കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് ബട്ടൺ അമർത്തേണ്ടതും എന്നതിനു ശേഷം ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരുന്ന വിവരങ്ങൾ ഫോം 17C പാർട്ട് 2 എഴുതി ചേർത്തേണ്ടതുമാണ്. ശേഷം കൗണ്ടിംഗ് സൂപ്പർവൈസറും അതുകൂടാതെ കൗണ്ടിംഗ് ഏജൻസും ഫോം 17C പാർട്ട് 2 ഒപ്പുവെക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ ഫോം 20 എഴുതി ചേർത്തേണ്ടതുമാണ്. റൂൾ 56D പ്രകാരം റിട്ടേണിംഗ് ഓഫീസറോട് സ്ഥാനാർത്ഥിയോ അവരുടെ ഏജൻസിനോ വിവിപാറ്റ് പേപ്പർ സ്ലിപ്പുകൾ എണ്ണുവാൻ രേഖാമൂലം ആവശ്യപ്പെടാവുന്നതാണ്. റൂൾ 57C പ്രകാരം കൗണ്ടിങ്ങിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യേണ്ടതാണ്. അതിനെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത്. റൂൾ 60 പ്രകാരം കൗണ്ടിംഗ് കണ്ടിന്യൂസ് ആയിരിക്കണം. റൂൾ 61 പ്രകാരം റീകമൻസ്മെന്റ് ഓഫ് കൗണ്ടിംഗ് ആഫ്റ്റർ ഫ്രഷ് പോൾ ആണ്. റൂൾ 63 റീകൗണ്ട് ഓഫ് വോട്ട്സ് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. റൂൾ 64 ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഓഫ് ഇലക്ഷൻ എങ്ങനെ ആയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. റൂൾ 65 രണ്ടോ അതിലധികമോ സ്ഥലങ്ങളിൽ വോട്ടെണ്ണൽ നടക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ എന്തെല്ലാമാണ് ചട്ടങ്ങൾ പാലിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു. റൂൾ 66 സർട്ടിഫിക്കറ്റ് ഓഫ് ഇലക്ഷൻ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് നൽകേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. ഇനി പീനൽ പ്രൊവിഷൻസുകൾ എന്തെല്ലാമാണ് പരിശോധിക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 പ്രകാരം സെക്ഷൻ 128 മെയിൻ്റനൻസ് ഓഫ് സീക്രസി ഓഫ് വോട്ടിംഗ് പാലിക്കേണ്ടതാണ്. അല്ല എങ്കിൽ അത് പണിഷബിൾ ആണ്. സെക്ഷൻ 129 പ്രകാരം ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. സെക്ഷൻ 136 അതർ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്
അതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയുമാണ് ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സെക്ഷനുകളും അതുപോലെ തന്നെ ചട്ടങ്ങളുമാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ തിരികെ എത്താം. Until then, it's bye from Signature Classroom.